വർക്ക് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നല്ല കറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് നമുക്കും ഭയങ്കര ഒരു സിനർജി തോന്നും. അതായത് നല്ലൊരു എനർജി തോന്നും വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ പെർഫോമൻസ് നല്ലതാവും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളിൽ നിന്നും നല്ലൊരു എനർജി ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. ഭയങ്കര ആ സിനിമ പൂർത്തിയായത് ഷൈനിന്റെ സഹകരണം കൊണ്ട്. വിൻസിയുടെ പരാതി കേൾക്കണം, വിൻസിയുടെ പരാതി കേൾക്കണം. എന്നാലും ഷൈന് അവിടെ ഒരു പരോക്ഷമായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കും. ഇറങ്ങി ഒഴുതി പേടിച്ചിട്ട്, അത് കാരണം പോലീസിന്റെ ഡ്രസ് അല്ല എന്ന് പറയാം, വലിയൊരു മനുഷ്യൻ നിൽക്കണമെന്ന് മുൻപില്. അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന്. അവരോട് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു. ഞാൻ ഇത്തരത്തിലുള്ള ഒരു കേസിനെ പറ്റി നമ്മുടെ ഷൈൻ ടോം ചാക്കോ എന്ന സ്റ്റോറി ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ? ലഹരി ഉപയോഗിച്ച പ്രധാന നടനിൽ നിന്നും മോശാനുഭവം ഉണ്ടായി, അയാൾ സെറ്റ്. ഹായ് ഗൈസ്, ഐ ആം ബിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷൈൻ ടോം ചാക്കോ സിനിമയിലും ഇന്റർവ്യൂവിലും കോമഡി കാണിക്കുന്ന പോരാഞ്ഞിട്ട് ഇപ്പൊ റിയൽ ലൈഫിലും കോമഡി പരിപാടി തുടങ്ങിയിരിക്കുക. എങ്ങനെയാ മനുഷ്യ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും ചിരിക്കാതിരിക്കുന്നത്? അമ്മാതിരി പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം PGS വേദന്ത എന്ന് പറയുന്ന ഹോട്ടലിലെ 3ാമത്തെ നിലയിൽ നിന്ന് 314 നമ്പർ റൂമിനകത്തുനിന്ന് പോലീസിനെ കണ്ട് ജനലിനകത്തൂടെ ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിന്റെ മേളിൽ ചാടി, അവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് എടുത്ത് ചാടി, എന്നിട്ട് മാന്യമായിട്ട് ലോബിയിൽ കൂടെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഓടിപ്പോന്ന്. എന്താ നടക്കുന്നത് ഇവിടെ? എന്താ നടക്കുന്നത്? സിനിമ ഷൂട്ടിങ്ങോ? സിനിമ, പുതിയ സിനിമയുടെ വല്ല ട്രയൽ വല്ലതും എടുത്തതാണോ? അത് വല്ല മോക്ക് ഡ്രില്ല് വല്ലതായിരുന്നോ കാണിച്ചു കൂട്ടിയെ? എനിക്കറിയാൻ വയ്യ പുള്ളിക്കാരൻ എന്തൊക്കെയാ കാണിക്കുന്ന പരിപാടി എന്നുള്ളത്. കഴിഞ്ഞ രാത്രി 10:30 കഴിഞ്ഞാണ് പോലീസ് എറണാകുളം നോർത്തിലെ ഹോട്ടലിലെത്തിയത്. ഒരു ലഹരി ഇടപാടുകാരന്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്നെത്തിയ പോലീസ് ഹോട്ടൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അതിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് കണ്ടു. അങ്ങനെ മുറിയിലെത്തി. വാതിലിൽ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല. സിനിമാ സ്റ്റൈലിൽ ജനൽ വഴി 2ാം നിലയിലേക്ക് ചാടി ഷൈൻ രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് എത്തിയ വിവരം ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് ചോർന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ ഷൈനിന് ഒപ്പമുണ്ടായിരുന്നയാളെ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരം ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം 40-50 വയസ്സായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പല മെച്യൂരിറ്റീസും അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസിനകത്തും അല്ലെങ്കിൽ പല ആൾക്കാരോട് സംസാരിക്കുന്നതിനാലും പെരുമാറ്റത്തിനകത്തും എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൂടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കിസ്മത്ത് പരിപാടികൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ പരിപാടി ചെറുതൊന്നുമല്ല, നമുക്ക് ചിരിച്ചു കളയാൻ പറ്റുന്ന പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം മേജർ ഒരു ഇഷ്യൂ തന്നെയാണ് പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇവരുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, ആ സംഘടനയിൽ നിന്ന് വരെ ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ആക്കാനുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഒരു 3-അംഗ സംഘമൊക്കെ ഇവർ രൂപീകരിച്ച്, നമ്മുടെ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന അൻഷിബയും പിന്നെ വിനു മോഹനും പിന്നെ വേറൊരു ചേച്ചിങ്ങളുണ്ട്, ഇവർ 3 പേരും കൂടെ ചേർന്നൊരു ടീമൊക്കെ രൂപീകരിച്ച് തെറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഷൈൻ ടോം ചാക്കോയെ സിനിമ മേഖലയിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറ്റി നിർത്തും. ഒരു സമയത്ത് അല്ലെങ്കിൽ നിലവിലുള്ള സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രമായിരുന്ന ഷൈൻ ടോം ചാക്കോയെ ഇനി ഒഴിച്ചു മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഡാൻസ് ഓഫ് ടീം ഹോട്ടലിലേക്ക് ചെന്നപ്പോഴത്തേനാണ് അണ്ണ ഇറങ്ങി ഓടിയത്. ആദ്യം ഓടിയ വിഷ്വൽ നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, ഇത് മറ്റേ ലോബിയിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ ചാടി വരുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇനി വരുത്തതേ ഉള്ളൂ. 3ാം നിലയിൽ നിന്ന് ജനൽ വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിന്റെ ഷീറ്റിന്റെ മേളിൽ എടുത്ത് ചാടി, അവിടുന്ന് 2ാമത്തെ നിലയിലേക്ക് ചാടി. അതിനുശേഷമാണ് ഓടി ഇത് സിനിമയുടെ ഷൂട്ടിംഗ് അല്ല, അണ്ണ ഓടാ, അണ്ണന്റെ ഓട്ടാ. അണ്ണ സ്റ്റെയർ വഴിയൊക്കെ ഓടി നടന്നിട്ടാണ് എത്ര ഗംഭീരമായിട്ട്. എനിക്കൊന്ന് സിനിമയിൽ ഇത്രയും ഈ ഇടിയും സ്റ്റണ്ടൊക്കെ ചെയ്യാനായിട്ട് കെൽപ്പുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു ട്രയൽ പോലും എടുക്കാതെ അദ്ദേഹത്തിന് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാൻ സാധിക്കൂ. പഴയ ഒരു ഇന്റർവ്യൂവിനകത്തെ അഹാന പറയുന്നത് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അഹാനെ കുറിച്ചുള്ള ഒരു നല്ല 2 ക്വാളിറ്റി പറയാമോ ചേട്ടാ? 2 ക്വാളിറ്റി, ജസ്റ്റ് 2 ക്വാളിറ്റീസ് പറയൂ. എങ്ങനെയാണ് തിരിച്ചു ഇവിടെ ഷൈൻ ചേട്ടനെ കുറിച്ച് അഹാനയ്ക്ക് തോന്നിയ ഏറ്റവും നല്ല 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നല്ല കറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് നമുക്കും ഭയങ്കര ഒരു സിനർജി തോന്നും. അതായത് നല്ലൊരു എനർജി തോന്നും വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ പെർഫോമൻസ് നല്ലതാവും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളിൽ നിന്നും നല്ലൊരു എനർജി ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. ഭയങ്കര സപ്പോർട്ടീവായിട്ട് പുള്ളി ചെയ്യുന്നത് പോലെ തന്നെ ഞാനും നന്നായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അത് തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റിയാണ്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള, കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ അടി ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. 2ാമത്തെ ക്വാളിറ്റി, അപ്പം പുള്ളിക്കാരെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ല. ഭയങ്കര കംഫർട്ട് സോണാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കോ ആർട്ടിസ്റ്റിന് അത്രയും നല്ല കംഫർട്ട് സോൺ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ എന്നൊക്കെയാണ് കൂടെ അഭിനയിച്ച മറ്റൊരാൾ പറയുന്നത്. എല്ലാവർക്കും ഒരേ നിലപാടും അല്ലെങ്കിൽ ഒരേ പെരുമാറ്റം ആയിരിക്കത്തില്ല എല്ലാവരോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാമുകിയോടുള്ള പോലെ ആയിരിക്കത്തില്ല സഹോദരിയോടുള്ളത് പോലെ ആയിരിക്കത്തില്ല മറ്റേതെങ്കിലും പരസ്ത്രീയുടെ എടുത്തിട്ടില്ല അല്ലേ. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ട് ചെക്കാനും എടുക്കാനും ഒന്നുമില്ല, ഇതിനെപ്പറ്റി സംസാരിക്കാനും ഇല്ല. ഇദ്ദേഹത്തിന് ആദ്യം, അതായത് കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്ന്, അങ്ങനെ ഇന്നലെ രാത്രി ഡാൻസ് ഓഫ് ടീം എന്നപ്പോഴാണ് ഇത് 2ാമത്. ഇപ്പം വന്നപ്പോഴത്തെ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നു. പറഞ്ഞാൽ നമ്മൾ ഓടിയത് കണ്ട് ഇനിയും പെങ്കൊച്ചു കൊടുത്തിരിക്കുന്ന കേസ്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ
നടൻ ഷൈൻ ടോം ചാക്കോ. ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു മോശം പെരുമാറ്റം. ഏതോ ഒരു നടൻ എന്നുള്ളൊരു ആരോപണത്തിനപ്പുറത്തേക്ക് വളരെ കൃത്യമായൊരു പരാതി ഒരു നടനെതിരെ വിൻസി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയത് എന്നുള്ളതാണ് രേഖാമൂലം ഇപ്പോൾ വിൻസി നൽകിയിരിക്കുന്ന പരാതി. അത് ഫിലിം ചേംബറിന് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ സിനിമയുടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്കും ഇപ്പോൾ ഈ പരാതി വിൻസി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിൻസി നൽകിയ പരാതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തിങ്കളാഴ്ച ചേംബറിൻ്റെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൂത്രവാക്യം എന്നുള്ള സിനിമ ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ്. ആ സിനിമ റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ മുഖ്യ വേഷങ്ങളിൽ അഭിനയിക്കുന്നത് ഷൈൻ ടോം ചാക്കോയും ഒപ്പം വിൻസിയുമാണ്. അപ്പോൾ ഈ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ദിവസമാണ് ഈ തരത്തിലുള്ള മോശം പെരുമാറ്റം ഷൈൻ ടോം ചാക്കോയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബിഗ് സല്യൂട്ട്. കാരണം ഇതുപോലെ പല അനുഭവങ്ങളും പല വ്യക്തികൾക്കുണ്ടെങ്കിലും അവരവരുടെ കരിയർ നോക്കിയിട്ടും അവരുടെ നിലനിൽപ്പ് നോക്കിയിട്ടും ഇതൊന്നും പുറത്ത് പറയാതെയും ഇതിനെപ്പറ്റി മിണ്ടാതെയും ചിലപ്പം ഏതെങ്കിലും ഒരു റൂമിൽ ഇരുന്ന് കരഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നിടത്ത് ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ സിനിമ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും മുൻനിര നായകന്മാർക്കെതിരെ സംസാരിക്കുമ്പോഴത്തേനും. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ച് അതൊന്നും നോക്കാതെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലേ മുന്നോട്ട് വന്നതിനും ഇനി ഒരുപാട് ആൾക്കാർക്ക് മുന്നോട്ട് വരാനായിട്ട് പ്രചോദനമായിട്ട് തന്നെ വന്നതിനും ഒരുപാട് നന്ദി. ഇത്തരത്തിലുള്ളൊരു കേസിനെ പറ്റി നമ്മുടെ ഷൈൻ ടോം ചാക്കോ തന്നെ സ്റ്റോറി ഇട്ടേക്ക് നിങ്ങൾ കണ്ടില്ലേ? ലഹരി ഉപയോഗിച്ച പ്രധാന നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി. അയാൾ സെറ്റിലിരുന്ന് വെള്ളപ്പൊടി തുപ്പി ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല, നിലപാട് വ്യക്തമാക്കി നടി വിൻസ്. സംഭവം നിങ്ങൾ കണ്ടില്ലേ? അത് ആരാ സ്റ്റോറി ഇട്ടേക്കുന്നത്? ഷൈൻ ടോം ചാക്കോ അദ്ദേഹം തന്നെ ഇട്ട് എനിക്കെതിരെയുള്ള ആരോപണം വേറെ ആരും വേണ്ട എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ, എനിക്കെതിരെയുള്ള ആരോപണത്തിന് ഞാൻ തന്നെ ഉണ്ടോ പ്രൊമോട്ട് ചെയ്യാനെന്നുള്ള കാര്യം. എന്നാൽ വലിയ തെറ്റപ്പാട്ടാ, കണക്കിടുകയും തന്നെ. എന്തായാലും ഇതിനെപ്പറ്റി ഈ സിനിമ പൂർത്തിയാകാനുള്ളൊരു കാരണത്തെപ്പറ്റി നമ്മുടെ സാഹസിക പറയുന്നുണ്ടോ ആ സിനിമ പൂർത്തിയായത് ഷൈനിൻ്റെ സഹകരണം കൊണ്ട്. വിൻസിയുടെ പരാതി കേൾക്കണം, എന്നാലും ഷൈന് അവിടെ ഒരു പരോക്ഷമായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഷൈൻ ഉള്ളത് കൊണ്ടാണ് അവിടെ നല്ല രീതിയിൽ ആ സിനിമ നടന്നതെന്ന്. ഈ സിനിമയിൽ അവർ അഭിനയിച്ച സിനിമ, നേരത്തെ ഒരു സിനിമ ഇറങ്ങിയതല്ലോ ആ സിനിമ. അപ്പം ഇത് പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതലും. പക്ഷെ ഡയറക്റ്റ് ഇത് കണക്ക് മുൻനിരയിൽ വന്ന് നിലപാട് പറയുന്ന ആൾക്കാരെ ഒന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. പിന്നെ പലരും തൊട്ടില്ല എന്ന രീതിയിലും അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ട് ബ്രേവ് ഗേൾ സപ്പോർട്ട് യു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റോറിയിൽ അങ്ങ് ഒതുക്കി നിർത്താമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. കാരണം എല്ലാവർക്കും അവരുടെ ജീവിതവും ഈ പറയുന്ന സിനിമയും ഇനിയും കിട്ടാനുള്ള സിനിമകളും പ്രതിഫലങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ അവരുടെ കാര്യം നോക്കി പോകുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ഇവരുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഷൈൻ ടോം ചാക്കോയുടെ അമ്മ പറയുന്നതാണ്. ഞാൻ വോയിസ് ക്ലിപ്പ് വയ്ക്കാം, അത് നിങ്ങളൊന്ന് കേട്ടു. ഇറങ്ങി വഴി പേടിച്ചിട്ട്, അത് കാരണം പോലീസിന്റെ ഡ്രസ്സല്ല എന്ന് പറയാം, വലിയൊരു മനുഷ്യൻ നിൽക്കണമെന്ന് മുൻപില്. അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന്. അവരോട് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അവൻ പെട്ടെന്ന് അവർക്കത്തിന്റെ ഇടയിലല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഇയാള് കാണുന്നത്. അപ്പൊ ഇറങ്ങി ഓടിയതാണ്. അമ്മമാരാകുമ്പോ പിന്നെ ഇങ്ങനല്ലേ പറയത്തുള്ളൂ. മോൻ ഇത്ര തടിമാടുള്ളവരെ കണ്ടപ്പോഴത്തേന് ഇറങ്ങി എന്തിനാ ബാക്കി കൂടെ ഓടുന്നു ജനലിന്റെ വഴി കൂടെ അങ്ങനെ ഉടനെ ആവശ്യം എന്തിനാ ഓടി എന്തിനാ മകനെ വേട്ടയാടുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും അവൻ ഓടിയത് പേടിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല, അടിച്ച തലയ്ക്ക് പിടിച്ചിറങ്ങി ഓടിയതാ. സത്യമായിട്ടും അമ്മക്ക് അറിയാത്തോണ്ടാ, പേടിയൊന്നും ആയിരിക്കത്തില്ല, ഉള്ള കാര്യം പറയാം. അങ്ങനെ ഇറങ്ങി ഓടിയതാ, അല്ലെങ്കിൽ ഇങ്ങനെ ഓടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് വെച്ചടി കയറ്റം മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അർത്ഥത്തിൽ ഒരു കരിയർ നന്നായിട്ട് കൊണ്ടുപോയി മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നിലയിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലും അതേ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, സ്വന്തം ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും എന്ന് ജീവിക്കുന്ന ഒരു ഷൈൻ ടോം ചാക്കോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന് നീതിപൂർവമായ ഒരു നീതി നടപ്പിലാകണം. കാരണം ഇതിനകത്ത് ഇത്തരത്തിലൊരു ആരോപണം ഇദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ട് അത് സത്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റി നിർത്തണം. ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിട്ട് ഈ നാട്ടിലെ പല ജനങ്ങളും സിനിമാക്കാരുൾപ്പെടെ അദ്ദേഹത്തെ മാറ്റി ഒരു മൂലയ്ക്ക് നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു ആരോപണമാണ്. അത്രയും ഒരു വ്യാപ്തി ഇല്ലെങ്കിൽ പോലും പീഡനം തന്നെ അല്ലേ? അതുപോലൊരു സാധനം ഇവിടെയും വന്നിട്ട് ഇതിനെതിരെ ആരൊക്കെ രംഗത്ത് വന്ന് സംസാരിക്കുന്നു, ആരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നു, ആരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും എന്നെ പോലുള്ള കുറേ ആൾക്കാർക്ക് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. എന്തായാലും അപ്ഡേഷൻ ഇവിടം വരെ ഉള്ളൂ. ഇനി ഓടിപ്പോയ ഷൈൻ ടോം ചാക്കോ എവിടെ പോയി എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്.